നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡി മണിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും കണ്ടെത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി മന്ത്രിസഭാ യോഗം. സിനഡിനിടെ സഭാ നേതൃത്വത്തെ കണ്ട് VD സതീശൻ. 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു BJP. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി വിധിയിൽ ഗുരുതര പിഴവുണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം. മേൽക്കോടതിയിൽ ഒരാഴ്ചയ്ക്കകം അപ്പീൽ നൽകാൻ തീരുമാനം. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അന്ത്യം പൂനെയിൽ. വിടവാങ്ങിയത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത പരിസ്ഥിതി സ്നേഹി. ഗാസയിലെ വെടിനിർത്തൽ. ഇസ്രയേലുമായി 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങി മധ്യസ്ഥ രാജ്യങ്ങൾ. വെല്ലുവിളിയായി ഇസ്രയേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ലക്ഷ്യമിട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാകുന്നു. തിരുവനന്തപുരത്ത് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് 110 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഈ ആക്ഷൻ പ്ലാനിന് രൂപം നൽകിയത്. 3 മണിക്കൂർ നീണ്ടുനിന്ന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് കർമ്മ പദ്ധതിയുടെ വിശദാംശങ്ങൾ മന്ത്രിമാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അടുത്ത 50 ദിവസത്തിനുള്ളിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഓരോ മണ്ഡലത്തിന്റെയും ഏകോപന ചുമതല വിവിധ മന്ത്രിമാർക്കായി മുഖ്യമന്ത്രി വീതിച്ചു നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് തയ്യാറാക്കിയ ഈ പ്ലാൻ അനുസരിച്ച് ഭരണനേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കുന്നതിൽ ഇതുവരെ ഉണ്ടായ പോരായ്മകൾ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ സംഘടനാ തലത്തിലുള്ള ഇടപെടലുകൾക്ക് പുറമെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണത്തിനും പ്രത്യേക പദ്ധതി യോഗം ആസൂത്രണം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണവിരുദ്ധ വികാരം മറികടക്കാനും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമുള്ള ശക്തമായ നീക്കമായാണ് ഈ കർമ്മ പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ജീവൻ. സുപ്രധാന സിനഡിനിടെ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി സഭാ നേതാക്കളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർണായക കൂടിക്കാഴ്ച നടത്തി. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറിലേറെ നീണ്ടു. സിനഡിനിടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അടക്കമുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സഭാ ആസ്ഥാനത്തെ അത്താഴ വിരുന്നിലും സതീശൻ പങ്കെടുത്തു. സഭാ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സിനഡ് യോഗത്തിനിടെ രാഷ്ട്രീയ നേതാക്കളെ സഭാ നേതൃത്വം കാണുന്നത് അപൂർവമാണ്. രാത്രിയാണ് സതീശൻ സഭാ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തിയത്. പൈലറ്റ് വാഹനവും ഔദ്യോഗിക കാറും ഒഴിവാക്കിയായിരുന്നു സന്ദർശനം. സിനഡ് ചേരുന്നതിനിടെ രാഷ്ട്രീയക്കാർക്കോ മറ്റോ പ്രവേശനം നൽകുവാറില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചതാണോ പോയതാണോ എന്ന് വ്യക്തമല്ല. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഡി മണിക്ക് പങ്കില്ലെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. പ്രവാസി വ്യവസായിയുമായുള്ള ഡി മണിയുടെ ബന്ധം തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെന്നാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പത്മകുമാറിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. പത്മകുമാർ നൽകിയ മൊഴിയും SIT കണ്ടെത്തിയ തെളിവുകളും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സത്യവാങ്മൂലം. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കുമൊപ്പം തെളിവുകൾ നശിപ്പിക്കുവാനും അന്വേഷണം അട്ടിമറിക്കുവാനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയ്ക്ക് മുതിർന്നുവെന്നും SIT കണ്ടെത്തി. ഇതിനുള്ള തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചു എന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കള്ളപ്പണം വെളുപ്പിക്കൽ ED ഇന്ന് കേസെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളാകും ആദ്യഘട്ടത്തിൽ പരിശോധിക്കുക. PMLA നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും. അതേസമയം കേസിലെ 2 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നാണ് 2 പ്രതികളുടെയും വാദം. ഇതെതിർത്ത് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇരുവർക്കുമെതിരെ തെളിവുകളുണ്ടെന്നും സ്വർണം മോഷ്ടിക്കാൻ വിശാല ഗൂഢാലോചന നടന്നുവെന്നും SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിക്കുമൊപ്പം തെളിവുകൾ നശിപ്പിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചന നടത്തിയെന്നും SIT വ്യക്തമാക്കി. കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി
ജയശ്രീയെ അന്വേഷണ സംഘം വൈകാതെ ചോദ്യം ചെയ്യും. അറസ്റ്റ് തടഞ്ഞ സുപ്രീംകോടതി ജയശ്രീയോട് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ സുപ്രീംകോടതിയെ സമീപിച്ചത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും ഉടൻ ലഭിക്കും. ഈ പരിശോധനാ ഫലം ലഭിക്കുന്നതിലൂടെ ശബരിമലയിൽ നിന്ന് എത്ര സ്വർണം സംഘം തട്ടിയെടുത്തിട്ടുണ്ട് എന്നതിൽ വ്യക്തത വരും. ന്യൂസ് ഡെസ്ക് ജീവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാർ ഗൂഢാലോചനയിൽ പങ്കാളിയായെന്ന കൊല്ലം വിജിലൻസ് കോടതി. വേലി തന്നെ വിളവ് തിന്നെന്നാണ് കോടതിയുടെ നിരീക്ഷണം. തന്ത്രിയുടെ അഭിപ്രായം അവഗണിച്ച് പത്മകുമാർ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതായി SIT കോടതിയിൽ പറഞ്ഞു. പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു ഗൂഢാലോചന. 2018 മുതൽ പത്മകുമാറിന് പോറ്റിയുമായി ബന്ധമുണ്ട്. പത്മകുമാറിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കണമെന്നും SIT കോടതിയിൽ ആവശ്യപ്പെട്ടു. PMLA നിയമപ്രകാരം കേസെടുക്കുന്നതോടെ പ്രതികളുടെ സ്വത്ത് കണ്ടുകിട്ടും. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളിലാകും ആദ്യഘട്ടത്തിൽ പരിശോധന. ന്യൂസ് ഡെസ്ക് ജീവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റ് ലക്ഷ്യമിട്ട് സമഗ്രമായ പ്രചാരണ തന്ത്രം ആവിഷ്കരിക്കാൻ LDF. വികസന നേട്ടങ്ങൾക്കൊപ്പം രാഷ്ട്രീയവും പറയാനാണ് തീരുമാനം. പ്രചാരണത്തിന് AI സാങ്കേതികവിദ്യ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാർ നേട്ടങ്ങളുടെ പ്രചരണത്തിന് മേൽനോട്ടം വഹിക്കാൻ മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉപസമിതിക്ക് രൂപം നൽകും. PRDയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പോരായ്മയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രചരണ രംഗത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും തീരുമാനമായി. BJP ബന്ധമെന്ന ആക്ഷേപത്തിനെ തടയിടാനാണിത്. പ്രചരണത്തിന് AI സാങ്കേതികവിദ്യയും ഉപയോഗിക്കും. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിഭാഗത്തിന് പുറമെ പ്രൊഫഷണൽ സംവിധാനങ്ങളുടെ സേവനവും ഉറപ്പാക്കും. സോഷ്യൽ മീഡിയ ഇടപെടലിൽ പോരായ്മയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലപ്രദമാക്കും. സാമുദായിക പിന്തുണ ഉറപ്പാക്കും. വികസന നേട്ടങ്ങളുടെ ഗുണഭോക്താക്കളെ ലക്ഷ്യമിട്ട് ഇടപെടൽ കാര്യക്ഷമമാക്കും. ലൈഫ്, സ്ത്രീ സുരക്ഷാ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ പ്രത്യേകം ലക്ഷ്യം വെക്കും. ചെറിയ മാർജിനിൽ വിജയം നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ഇടപെടൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ ശൈലിയും അടിമുടി മാറും. പ്രവർത്തന ശൈലിയും പൊതുപ്രതികരണങ്ങളിലും സമീപനം മാറ്റും. മാധ്യമ ഇടപെടൽ സജീവമാക്കാനും ധാരണയായിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയും തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ന്യൂസ് ഡെസ്ക് ജീവൻ. UDFനും ഇടതുമുന്നണിക്കും പിന്നാലെ മിഷൻ കേരളയുമായി BJPയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് ലക്ഷ്യം. 15 സീറ്റുകളിൽ കടുത്ത പോരിനാണ് BJP തയ്യാറെടുക്കുന്നത്. കേരളത്തിൽ തൂക്കുമന്ത്രിസഭ സ്വപ്നം കണ്ട കറുത്ത കുതിരയാകുവാനാണ് BJP നീക്കം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിനു ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാനാണ് തീരുമാനം. BJP ഭാരവാഹികളുടെ യോഗം ഓൺലൈനായി ചേർന്നിരുന്നു. അതിൽ മിഷൻ കേരളയും ചർച്ചയായി. 40 സീറ്റിൽ ഫോക്കസ് ചെയ്താണ് BJP മുന്നോട്ടു പോകുന്നത്. അതിശക്തമായ മത്സരത്തിന് 15 സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കും. LDFനും UDFനും ഭൂരിപക്ഷം ലഭിക്കാത്ത വിധത്തിൽ കറുത്ത കുതിരകളാകുക എന്നാണ് BJPയുടെ മിഷൻ. അമിത്ഷാ ജനുവരി 11 എത്തും. ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുവാനാണ് BJP തീരുമാനം. നേമത്തെ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനും സീറ്റ് ഉറപ്പിച്ചു. K സുരേന്ദ്രന്റെ പേരാണ് പാലക്കാട് സജീവ പരിഗണനയിലുള്ളത്. ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്താണ് പരിഗണിക്കുന്നത്. ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലേറിയത് ആഘോഷമാക്കാൻ കൂടിയാണ് അമിത്ഷാ എത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന പ്രഖ്യാപനം നിലനിൽക്കെയാണ് മോഡിക്ക് മുൻപേ അമിത്ഷാ എത്തുന്നത്. ജനുവരി 11 തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ BJP കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും. മോഡിയെ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം തന്നെയാകും സംസ്ഥാനത്ത് BJP പിന്തുടരുക. മോഡിയെ മുഖമാക്കുന്നതിലൂടെ അക്കൗണ്ട് തുറക്കുന്നതിനപ്പുറം കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് ജീവൻ. മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. പൂനെയിലായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച പരിസ്ഥിതി സ്നേഹി കൂടിയായിരുന്നു ഗാഡ്ഗിൽ. 1942 മെയ് 24 പൂനെയിലാണ് മാധവ് ഗാഡ്ഗിലിന്റെ ജനനം. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗാഡ്ഗിൽ ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് ചെയ്തു. ഹാർഡ്വാർഡിൽ അദ്ദേഹം ഒരു IBM ഫെല്ലോ ആയിരുന്നതുകൂടാതെ അപ്ലൈഡ് മാത്തമാറ്റിക്സിൽ റിസർച്ച് ഫെല്ലോയും ജീവശാസ്ത്ര അധ്യാപകനുമായിരുന്നു. ജനസംഖ്യാശാസ്ത്രം, പരിസ്ഥിതി സംരക്ഷണശാസ്ത്രം, മനുഷ്യ പരിസ്ഥിതി ശാസ്ത്രം, പരിസ്ഥിതി ചരിത്രം എന്നിവയിൽ താൽപര്യമുള്ള മാധവ് ഗാഡ്ഗിലിന്റേതായി 215 ഗവേഷണ പ്രബന്ധങ്ങളും 6 പുസ്തകങ്ങളുമുണ്ട്.
സ്ഥിരമായി ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും അദ്ദേഹം എഴുതാറുണ്ട്. പശ്ചിമഘട്ടത്തിന് നിലനിൽപ്പിനായി 2011 മാധവ് ഗാഡ്ഗിൽ സമർപ്പിച്ച ഗാഡ്ഗിൽ റിപ്പോർട്ട് ഏറെ ചർച്ചയായിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ. ഇസ്രായേൽ വെടിനിർത്തൽ ലംഘനം തുടരുന്നതിനിടെ രണ്ടാംഘട്ട ചർച്ചകളുമായി മധ്യസ്ഥ രാജ്യങ്ങൾ. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം താൽദാനിയുമായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഖദർ അബ്ദുൽ ലത്തി ടെലിഫോണിൽ ചർച്ച നടത്തി. അമേരിക്കയുമായി നടന്ന ചർച്ചകളുടെ തുടർനീക്കം സംബന്ധിച്ച കാര്യങ്ങളാണ് ടെലിഫോൺ സംഭാഷണത്തിൽ പ്രധാനമായും കടന്നുവന്നത്. രണ്ടാംഘട്ട വെടിനിർത്തൽ നടപടികൾ ശക്തമായി തുടരാൻ വൈകരുതെന്ന് മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ ഇനിയും തീരുമാനമെടുത്തിട്ടില്ല. അവസാന ബന്ദിയുടെ മൃതദേഹം ലഭിക്കാതെ രണ്ടാംഘട്ട വെടിനിർത്തലിന് തയ്യാറല്ലെന്ന കടുംപിടുത്തം ഇസ്രായേൽ തുടരുകയാണ്. തെക്കൻ ഗാസയിൽ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സഹായത്തോടെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ നടപടികൾ ആരംഭിച്ചു. അതിനിടെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം തകർക്കാൻ ജെറുസലേമിൽ വിപുലമായ അനധികൃത കുടിയേറ്റ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ തീരുമാനിച്ചു. വിവാദ കുടിയേറ്റ നിർമ്മാണ പദ്ധതിക്ക് നിർമ്മാതാക്കളിൽ നിന്ന് ഇസ്രായേൽ അപേക്ഷ ക്ഷണിച്ചു. E1 പദ്ധതി എന്ന പേരിൽ ജെറുസലേമിനെ രണ്ടായി പുലർത്തുന്ന കുടിയേറ്റ നിർമ്മാണമാണിത്. 1 മാസത്തിനകം പ്രാഥമികഘട്ട നടപടികൾക്ക് തുടക്കമാകും. ജെറുസലേമിന്റെ ഉൾപ്രദേശങ്ങളിൽ ആരംഭിച്ച അധിനിവേശ വെസ്റ്റ് ബാങ്ക് വരെ നീളുന്ന പദ്ധതി നടപ്പാക്കുന്നതോടെ മേഖലയിൽ പലസ്തീൻ രാഷ്ട്ര സ്ഥാപനം ദുഷ്കരമാകും. തീവ്ര വലതുപക്ഷ നേതാവും ധനകാര്യമന്ത്രിയുമായ ബെസലേൽ സ്മോട്രിച്ചിന്റെ മേൽനോട്ടത്തിലാണ് E1 പദ്ധതി നടപ്പാക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി നിയമോപദേശം. പ്രോസിക്യൂഷൻ DGയുടെ നിയമോപദേശത്തിലാണ് ജഡ്ജിക്കെതിരെ പരാമർശമുള്ളത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വിശദമായ കുറിപ്പും നിയമോപദേശത്തിലുണ്ട്. നടിയാക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന വിഷയത്തിൽ സംശയനിഴലിലാണ് വിചാരണ കോടതി ജഡ്ജിയെന്നും അതിനാൽ ജഡ്ജിക്ക് വിധി പറയുവാൻ അവകാശമില്ല എന്നുമാണ് നിയമോപദേശം. ദിലീപിനെതിരായ ഗൌരവമേറിയ നിരവധി തെളിവുകൾ സമർപ്പിച്ചിട്ടും എല്ലാം പക്ഷപാതത്തോടെ കോടതി തള്ളിയെന്നും നിയമോപദേശത്തിൽ പറയുന്നു. ജഡ്ജി പെരുമാറിയത് വിവേചനപരമായിട്ടാണ്. തെളിവുകൾ പരിശോധിക്കാൻ കോടതി സ്വീകരിച്ചത് 2 തരം സമീപനമാണ്. 1 മുതൽ 6 വരെ പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിച്ചില്ല. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്നും തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരുവാൻ അനുവദിച്ചു. അവരുടെ പ്രവൃത്തി അനുമോദിക്കുന്ന തലത്തിലാണ് വിധിയിലെ പരാമർശങ്ങളെന്നും നിയമോപദേശത്തിൽ പറയുന്നു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ സർക്കാർ അപ്പീൽ നൽകും. ദിലീപിനെ വെറുതെ വിട്ടത് ഗൂഢാലോചന കുറ്റം തെളിയിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ്. കേസിൽ പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് വിധിച്ചെങ്കിലും ഗൂഢാലോചന കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കേസിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ശക്തമായ തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഉയർന്ന കോടതിയിൽ ഇത് തെളിയിക്കുവാൻ കഴിയും എന്നുമാണ് പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും നിലപാട്. വിധിയിലെ സാങ്കേതികവും നിയമപരവുമായ പിഴവുകൾ അപ്പീലിൽ ചൂണ്ടിക്കാട്ടും. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും വിചാരണ കോടതി പരിഗണിച്ചില്ലെന്നാണ് സർക്കാരിന്റെ വാദം. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിവരങ്ങളും ബാലചന്ദ്രകുമാർ ഹാജരാക്കിയ ശബ്ദരേഖകളും പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സർക്കാർ ഉന്നയിച്ചേക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി വേണു മരിച്ചതിൽ നിർണായക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. ആശുപത്രികൾക്ക് ഗുരുതര വീഴ്ച എന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ നവംബറിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചത്. ഇതിനു പിന്നാലെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം DMEയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ചെയ്തു. താൻ മരിച്ചാൽ അതിന് കാരണം ആശുപത്രിയുടെ അനാസ്ഥയാണെന്ന വേണുവിന്റെ ശബ്ദ സന്ദേശങ്ങളും മരണശേഷം പുറത്തുവന്നിരുന്നു. വേണു മരിച്ചതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനും പിഴവുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചില്ല. മെഡിക്കൽ വാർഡിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ഇവിടെ ചികിത്സ കിട്ടാൻ വൈകിയെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. ആയിരങ്ങൾക്ക് ദർശന സായുജ്യം നൽകി എറണാകുളത്ത് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം സമാപിച്ചു. കണ്ണൂരിൽ നിന്നുള്ള ശശീന്ദ്രൻ പെരുവണ്ണാവിന്റെ നേതൃത്വത്തിലുള്ള 13-അംഗ സംഘമാണ് ചടങ്ങുകൾ നിർവഹിച്ചത്.
മൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിലൊന്നാണ് മുത്തപ്പനെന്നാണ് വിശ്വാസം. മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പനെന്നും പറയപ്പെടുന്നു. വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമായി കെട്ടിയാടുന്നു. ഈ ചടങ്ങുകളാണ് കഴിഞ്ഞ 20 വർഷമായി മുടങ്ങാതെ എറണാകുളം ശ്രീമുത്തപ്പൻ സേവാസമിതിയുടെ നേതൃത്വത്തിൽ കടവന്ത്ര വിദ്യാനഗറിലും ആഘോഷിക്കുന്നത്. പരമ്പരാഗത ആചാരങ്ങൾ ഒട്ടും ചോരാതെ സംഗീതം, നൃത്തം, ശ്രീമുത്തപ്പൻ വഴിപാട് തുടങ്ങിയ എല്ലാ ആചാരങ്ങളോടെയുമായിരുന്നു ആഘോഷം. പുലർച്ചെ 6-ന് ശ്രീമുത്തപ്പൻ തിരുവപ്പന, വെള്ളാട്ടം, പള്ളിവേട്ട ചടങ്ങുകൾ നടന്നു. 6:45 നടന്ന മുത്തപ്പൻ ദർശനത്തിനും ആയിരങ്ങളാണ് എത്തിയത്. മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈവ ചൈതന്യവും വൈഷ്ണവ ചൈതന്യവും ഒന്നിച്ചു ചേരുന്ന ദൈവമാണ്. അത് വെള്ളാട്ടമായിട്ടും തിരുവപ്പനയായിട്ടും നമ്മളെ മുമ്പിൽ അവതരിക്കുകയും ഭക്തരുടെ സങ്കടങ്ങൾ കേൾക്കാനും ആ സങ്കടം കേട്ടതിന് ശേഷം അതിന് തക്കതായ ഒരു മറുപടി ഭക്തന്റെ അടുത്ത് പറയും. അങ്ങനെ ഭക്തൻ അവന്റെ സമാധാനത്തോടു കൂടിയിട്ട് വീട്ടിലേക്ക് പോകാനും ഉള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനായും മത്സ്യരൂപത്തിലുള്ള കിരീടം വെച്ച് മഹാവിഷ്ണുവായും മുത്തപ്പൻ മാറുന്നു. തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാമെന്നതാണ് ഈ ആഘോഷത്തിന്റെ പ്രത്യേകത. മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തയായ പാടിക്കുട്ടിയമ്മയ്ക്കും മന്നനാർ രാജാവിനും പിൽക്കാലത്തുണ്ടായ മകനാണ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നും ഐതിഹ്യമുണ്ട്. കഴിഞ്ഞ വർഷം നേരിട്ട അപ്രതീക്ഷിത പരാജയത്തിന് ശേഷം ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം തിരിച്ചെത്തുകയാണ്. PSLV C-62 ദൌത്യം ജനുവരി 12-ന് നടക്കും. അത്യാധുനിക ഭൌമനിരീക്ഷണ ഉപഗ്രഹം അന്വേഷയടക്കം 15-ലധികം ഉപഗ്രഹങ്ങളാണ് PSLV C-62 ദൌത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്നത്. 12-ാം തീയതി രാവിലെ 10:17-ന് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1-ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. 2025 മെയ് 18-നായിരുന്നു പരാജയപ്പെട്ട PSLV C-61 വിക്ഷേപണം. റോക്കറ്റിന്റെ 3-ാം ഘട്ടത്തിലെ സാങ്കേതിക പ്രശ്നമായിരുന്നു അന്ന് വില്ലൻ. പരാജയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇനിയൊരിക്കലും ആ പ്രശ്നം ആവർത്തിക്കില്ലെന്നാണ് ഇസ്രോ വൃത്തങ്ങൾ പറയുന്നത്. PSLVയുടെ 2 ചെറു സ്ട്രോപ്പോണുകളുള്ള DL പതിപ്പാണ് വരും ദൌത്യത്തിൽ ഉപയോഗിക്കുന്നത്. റോക്കറ്റ് തിരിച്ച് ലോഞ്ച് പാഡിലെത്തുമ്പോൾ പ്രതീക്ഷകളും ഉത്തരവാദിത്വവും വലുതാണ്. നിർണായക ഭൌമനിരീക്ഷണ ഉപഗ്രഹം EOS-N1 അന്വേഷയാണ് ബഹിരാകാശത്തേക്ക് അയക്കുന്ന പ്രധാന ഉപഗ്രഹം. ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് ഉപഗ്രഹമാണിത്. 64-ാം ദൌത്യത്തിൽ അന്വേഷയ്ക്കൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതടക്കം 15-ലധികം ചെറു ഉപഗ്രഹങ്ങളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. CPM നേതാവ് AK ബാലനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് ജമാഅത്തെ ഇസ്ലാമി. കലാപത്തിന് ശ്രമിച്ചു എന്ന പ്രസ്താവന പിൻവലിച്ച് AK ബാലൻ മാപ്പ് പറയണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടു. ഒരാഴ്ചയ്ക്കകം പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ, സിവിൽ കേസുകൾ നൽകുമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നു. അപകീർത്തി പ്രസ്താവനയ്ക്കെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരവും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് മുസ്ലിം സംഘടനകൾക്കെതിരെ വിദ്വേഷവും ഭീതിയും പടർത്തി മറ്റ് മതവിഭാഗങ്ങളുടെ വോട്ട് ഉറപ്പിക്കുകയാണ് AK ബാലന്റെ ലക്ഷ്യമെന്ന് വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ അഡ്വക്കേറ്റ് അമീൻ ഹസൻ വഴിയാണ് AK ബാലനെ വക്കീൽ നോട്ടീസ് അയച്ചത്. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും അപ്പോൾ പല മാറാടുകളും ആവർത്തിക്കുമെന്നുമായിരുന്നു ബാലൻ പറഞ്ഞത്. 1-ാം മാറാട്, 2-ാം മാറാട്, തലശ്ശേരി കലാപത്തിന്റെ സമയങ്ങളിൽ അവർ നോക്കിനിന്നു. അവിടെ ജീവൻ കൊടുത്ത് നേരിട്ടത് CPM പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ വലിയ വർഗീയതയാണ് ലീഗ് പറയുന്നതെന്നുമായിരുന്നു AK ബാലന്റെ പരാമർശം. വർഗീയ കലാപങ്ങൾ തടഞ്ഞത് ഇടത് സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. RSSും ജമാഅത്തും പാലക്കാട് കലാപത്തിന് ശ്രമിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി RSSനെതിരെ ശക്തമായി നിലപാടെടുത്ത നേതാവാണ് പിണറായി വിജയനെന്നും AK ബാലൻ പറഞ്ഞു. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ ശക്തമായി ഇടതുപക്ഷം എതിർത്തെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് ജീവൻ.
ആഗോള വിപണിയിൽ തോട്ടണ്ടി വില ഉയർന്നതിനൊപ്പം പരിപ്പ് വില ഇടിയുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. കൂടിയ വിലയ്ക്ക് തോട്ടണ്ടി വാങ്ങി സംസ്കരിച്ചാൽ വലിയ നഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സ്വകാര്യ ഫാക്ടറികൾ അടച്ചിടാനുള്ള ആലോചനയിലാണ്. കാഷ്യൂ കോർപ്പറേഷനും കാപെക്സിനുമായി കാഷ്യൂ ബോർഡ് തോട്ടണ്ടിക്ക് ടെൻഡർ വിളിച്ചിട്ടുണ്ടെങ്കിലും വിപണി വിലയിൽ നിന്ന് താഴ്ത്തി ലഭിച്ചില്ലെങ്കിൽ കരാർ ഉറപ്പിച്ചേക്കില്ല. 2 മാസം മുമ്പ് സീസൺ അവസാനിച്ച സെനഗൽ ഗിനിബസാവോ തോട്ടണ്ടിക്ക് കിലോയ്ക്ക് 145 രൂപയായിരുന്നു. ടാൻസാനിയൻ തോട്ടണ്ടിയുടെ സീസൺ ആരംഭിച്ചതോടെ കിലോയ്ക്ക് 170 രൂപയായി ഉയർന്നു. 5 കിലോ തോട്ടണ്ടി സംസ്കരിച്ചാലേ 1 കിലോ കശുവണ്ടി പരിപ്പ് ലഭിക്കൂ. 100 രൂപ സംസ്കരണ ചെലവ് സഹിതം ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച 1 കിലോ പരിപ്പ് ലഭിക്കാൻ 900 രൂപയാകും. എന്നാൽ കൂടുതൽ വിൽപ്പനയുള്ള W320 ഗ്രേഡ് കശുവണ്ടി പരിപ്പിന് വിപണിയിൽ 710 മുതൽ 725 രൂപ വരെയേ വിലയുള്ളൂ. 5 കിലോ ടാൻസാനിയൻ തോട്ടണ്ടി സംസ്കരിച്ച് വിൽക്കുമ്പോൾ 240 രൂപ വരെ നഷ്ടമുണ്ടാകും. സാധാരണ തോട്ടണ്ടി വില ഉയരുമ്പോൾ പരിപ്പിന്റെയും വില ഉയരേണ്ടതാണ്. എന്നാൽ 1 മാസം മുമ്പ് W320 ഗ്രേഡ് പരിപ്പിന്റെ വില 100 രൂപ ഇടിഞ്ഞ് കിലോയ്ക്ക് 725 രൂപയിലെത്തി. ആഫ്രിക്കയിലെ കശുവണ്ടി ഉൽപാദക കേന്ദ്രങ്ങളിൽ നിന്ന് വൻതോതിൽ തോട്ടണ്ടി സംഭരിച്ച് രാജ്യത്ത് എത്തിച്ച ശേഷം വിൽക്കാതെ ക്ഷാമം സൃഷ്ടിച്ച് വില ഉയർത്തുന്ന ട്രേഡിംഗ് മാഫിയയാണ് കേരളത്തിലെ കശുവണ്ടി മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇതിനു പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യാനെന്ന വ്യാജേന വൻതോതിൽ പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നതും തിരിച്ചടിയായി. ന്യൂസ് ഡെസ്ക് ജീവൻ. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൽ ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടം. ജനുവരി 9 സെനഗലും മാലിയും തമ്മിലുള്ള മത്സരത്തോടെയാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് തുടക്കമാകുക. ജനുവരി 9 ടാഞ്ചിയറിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനലിൽ 2021 ചാമ്പ്യന്മാരായ സെനഗലിനെ മാലി നേരിടും. മാലി ടുണീഷ്യയെയും സെനഗൽ സുഡാനെയുമാണ് പുറത്താക്കിയത്. അതേ ദിവസം തന്നെ നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ ആതിഥേയരായ മൊറോക്കോ 5 തവണ ചാമ്പ്യന്മാരായ കാമറൂണിനെ നേരിടും. മൊറോക്കോ ടാൻസാനിയയെയും കാമറൂൺ ദക്ഷിണാഫ്രിക്കയെയുമാണ് തോൽപ്പിച്ചത്. തിങ്കളാഴ്ച നടന്ന മത്സരത്തിൽ ബുർക്കിന ഫാസോയെ പരാജയപ്പെടുത്തി ഐവറി കോസ്റ്റ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം അമദ് ഡിയാലോയുടെ പ്രകടനം നിർണായകമായി. 2010 ശേഷം ആദ്യമായാണ് ഐവറി കോസ്റ്റ് ആഫ്കോണിൽ ക്വാർട്ടർ ഫൈനലിലെത്തുന്നത്. ജനുവരി 10 ഐവറി കോസ്റ്റ് ഈജിപ്തിനെ നേരിടും. തുടർന്ന് നൈജീരിയ അൾജീരിയയെ നേരിടും. അൾജീരിയ കോങ്കോയെയും നൈജീരിയ മൊസാംബിക്കിനെയുമാണ് പരാജയപ്പെടുത്തിയത്. ജനുവരി 14-15 തീയതികളിലാണ് സെമിഫൈനൽ മത്സരങ്ങൾ. ജനുവരി 19 ഫൈനൽ. സ്പോർട്സ് ഡെസ്ക് ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീയെ ചോദ്യം ചെയ്ത് പ്രത്യേക അന്വേഷണ സംഘം. ഡി മണിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും കണ്ടെത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകി മന്ത്രിസഭാ യോഗം. സിനഡിനിടെ സഭാ നേതൃത്വത്തെ കണ്ട് VD സതീശൻ. 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു BJP. നടിയെ ആക്രമിച്ച കേസ് വിചാരണ കോടതി വിധിയിൽ ഗുരുതര പിഴവുകൾ ഉണ്ടെന്ന് സർക്കാരിന് നിയമോപദേശം. മേൽക്കോടതിയിൽ ഒരാഴ്ചയ്ക്കകം അപ്പീൽ നൽകാൻ തീരുമാനം. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. അന്ത്യം പൂനെയിൽ. വിടവാങ്ങിയത് പശ്ചിമഘട്ട സംരക്ഷണത്തിനായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത പരിസ്ഥിതി സ്നേഹി. ഗാസയിലെ വെടിനിർത്തൽ. ഇസ്രയേലുമായി 2ാം ഘട്ട ചർച്ചകൾ തുടങ്ങി മധ്യസ്ഥ രാജ്യങ്ങൾ. വെല്ലുവിളിയായി ഇസ്രയേലിന്റെ തുടർച്ചയായ വെടിനിർത്തൽ ലംഘനം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.